ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ 4 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാണ്. കപ്പാസിറ്റി ടു കോൺട്രാക്ട്. ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. എലമെന്റ്സ് ഓഫ് കോൺട്രാക്ട്, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ഓരോ പോയിന്റ്സ് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ ചാപ്റ്റർ എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. അപ്പൊ പഠിച്ചത് തന്നെയാണ്. 2 പേജേ ഉള്ളൂ. അപ്പൊ ഇന്നും നാളെയായിട്ട് ഈ ചാപ്റ്റർ കഴിയും. അത്രയ്ക്കേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ്. സുഖാണ് പഠിക്കാൻ ട്ടാ. അപ്പൊ നമ്മൾക്ക് ഇന്ന് നമ്മൾ എടുക്കുന്നത് കപ്പാസിറ്റി ടു കോൺട്രാക്ട് ആണ്. അതായത് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ടുള്ള വ്യക്തികളുടെ കപ്പാസിറ്റി. എങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെയാണ് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം? നിങ്ങൾക്ക് എല്ലാവർക്കും 18 വയസ്സായോ? ഇപ്പൊ നിങ്ങള് 3rd സെം ആയി അല്ലേ? എല്ലാവർക്കും ആയിട്ടുണ്ടാവല്ലോ. എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ശരിയാണ്. കപ്പാസിറ്റി. നിങ്ങൾ മൈനേഴ്സ് അല്ല, നിങ്ങൾ മേജറാണ്. അടുത്ത് വരുന്ന ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യാനുള്ളവരാണ് അല്ലേ? ആദ്യത്തെ വോട്ട് ചെയ്യാനുള്ള കുറെ പേരുണ്ട്. അതായത് നിങ്ങൾ മൈനർ അറ്റൈൻ 18 ഇയേഴ്സ് ഓഫ് ഏജ്, അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് അൺസൗണ്ട് മൈൻഡ് ആവരുത്. അതുപോലെ തന്നെ നിയമപരമായിട്ട് ഒരു തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകരുത്. ഈ 3 കാര്യങ്ങളാണ് എന്തായിട്ടുണ്ടാകേണ്ടത്? ഒരു വ്യക്തിക്ക് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കേണ്ട കപ്പാസിറ്റി ടു എ കോൺട്രാക്ട്. എന്തായി സംഭവം നോക്കാം നമുക്ക്. സെക്ഷൻ 2 സബ്സെക്ഷൻ ബി ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സേസ് ദാറ്റ് an agreement becomes a contract only when it is enforceable by law. ഒരു എഗ്രിമെന്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. all contracts are agreement, but all agreements are not a contract. Explain അല്ലെ? നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടായ ക്വസ്റ്റ്യൻ അല്ലേ? അതായത് ഒരു എഗ്രിമെന്റ് ബിക്കംസ് എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് ആകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് എൻഫോഴ്സിയബിൾ ബൈ ലോ, നിയമത്തിന്റെ മുൻപിൽ അത് നിലവിൽ വരേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ അഗ്രിമെന്റ് എന്താകുന്നുള്ളൂ? കോൺട്രാക്ട് ആകുന്നുള്ളൂ. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല കേട്ടോ. സെക്ഷൻ 2 സബ്സെക്ഷൻ ബിയില് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നതാണ്. അപ്പൊ അതൊന്ന് 100% ഏതാണ് നമ്മളത് ഒബേ ചെയ്യേണ്ടതാണ്, നമ്മളത് അനുസരിക്കണം. അപ്പൊ സെക്ഷൻ 2 സബ്സെക്ഷൻ ബി ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സേസ് ദാറ്റ് an agreement becomes a contract only when it is enforceable by law. ഇപ്പൊ ക്ലാസ്സിലായിരുന്നെങ്കിൽ ഇതൊക്കെ പകുതി ഞാൻ പറഞ്ഞ ബാക്കിയുള്ള പകുതി നിങ്ങളാ പറയേണ്ടതായിരുന്നു. അപ്പൊ ടു ബി എൻഫോഴ്സിബിൾ, എന്താണ് എൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? ആ കോൺട്രാക്റ്റിലേക്ക് വരുന്ന പാർട്ടീസ് ആരൊക്കെയാണോ ആ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നവര്, അവർ മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. അവരെങ്ങനെയുള്ളവരായിരിക്കണം? മസ്റ്റ് 100% അവര് എന്തായിട്ടുള്ളവരായിരിക്കണം? കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ടുള്ള കഴിവുള്ളവരായിരിക്കണം. എന്തായിരിക്കും ആ കോമ്പിറ്റന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? കപ്പാസിറ്റി ടു കോൺട്രാക്ട്. That means the competence of the parties to enter into a valid contract. അപ്പൊ എന്താണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്ന് പറയുന്നത്? സെക്ഷൻ 2 ഇന്ത്യൻ സബ്സെക്ഷൻ ബിയിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട്, ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആകണമെന്നുണ്ടെങ്കിൽ ആയാൽ മാത്രമേ അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആകുന്നുള്ളൂ. എൻഫോഴ്സിബിൾ ആകണമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യുന്ന വ്യക്തികൾ മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് ആകണം. കപ്പാസിറ്റി ടു കോൺട്രാക്ട് മീൻസ് ദ കോമ്പിറ്റൻസ് ഓഫ് ദി പാർട്ടീസ് ടു എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടീസിന് വാലിഡ് കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ടുള്ള കോമ്പിറ്റൻസിനെ പറയുന്നതാണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സെക്ഷൻ 11 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നു എന്താണ് ഈ കപ്പാസിറ്റി ടു കോൺട്രാക്ട്. എവരി പേഴ്സൺ ഈസ് കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് ഹു ഈസ് ഏജ് ഓഫ് മെജോറിറ്റി. എല്ലാ വ്യക്തികൾക്കും കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ടുള്ള കോമ്പിറ്റൻസി ഉണ്ട്. എപ്പോൾ മാത്രം? ഹു ഈസ് ഏജ് ഓഫ് മെജോറിറ്റി, അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി. എന്താണ് അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി? 18 ഇയേഴ്സ് ആയിരിക്കണം. ആരാ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹി ഈസ് എ സബ്ജക്ട് ആൻഡ് ഹു ഈസ് ഓഫ് എ അൺസൗണ്ട് ആൻഡ് ഹു ഈസ് ഓഫ് എ സൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ആകരുത്. പിന്നെ രണ്ടാമത്തെ കപ്പാസിറ്റി എന്താണ്? സൗണ്ട് മൈൻഡ് ആയിരിക്കണം. എന്താ അങ്ങനെ പറഞ്ഞ?
ഒരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയോ മാനസികമായിട്ടുള്ള പ്രോബ്ലംസോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. മൂന്നാമത്തെ കപ്പാസിറ്റി എന്താണ്? ആൻഡ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ കോൺട്രാക്ടിങ് ബൈ എനി ലോ ടു വിച്ച് ഹീസ് എ സബ്ജക്റ്റ്. ഒരു തരത്തിലും നിയമത്തിന്റെ മുൻപിൽ ഡിസ്ക്വാളിഫൈഡ് ആക്കാൻ, ഒരു ക്രൈം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ അതിൽ പേപ്പറിൽ കാണുന്നില്ലേ, എപ്പോഴും സ്വർണ്ണക്കടത്ത് അവർക്ക് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ പറ്റുമോ? നീ ഒരിക്കലും ഇല്ല, അവർ ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പൊ അങ്ങനെ നിയമത്തിന്റെ മുൻപിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായി? കപ്പാസിറ്റി ടു കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അല്ലാതെ ഇങ്ങനെ ഭയങ്കര പണക്കാരനാവുക, അതൊന്നല്ല അവിടെ കപ്പാസിറ്റി. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി? എന്താണ്? ജസ്റ്റ് 3 മാറ്റേഴ്സേ ഉള്ളൂ. 18 വയസ്സായിരിക്കുക, അൺസൗണ്ട് മൈൻഡ് ആവാതിരിക്കുക, നിയമത്തിന്റെ മുൻപിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷനും ഇല്ലാതിരിക്കുക. 3 കാര്യം. അല്ലാതെ ഭയങ്കര പണക്കാരനായിരിക്കണം, ഭയങ്കര പഠിപ്പ് വേണം, ഭയങ്കര പത്രാസ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം, അതൊന്നല്ല കപ്പാസിറ്റി. കപ്പാസിറ്റി ഇതാണ് 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് കപ്പാസിറ്റി? 18 വയസ്സാവാ, സൗണ്ട് മൈൻഡ് ആവാ, ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതിരിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? കപ്പാസിറ്റി ടു കോൺട്രാക്ട്. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ, ഒന്നും കൂടി പറയാം, വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അല്ലെ, ബോറടിപ്പിക്കുക നിങ്ങൾ അല്ലെ, സാരില്ല. സിമ്പിൾ വേർഡ്സിൽ എന്താണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്? എന്താണ്? ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. നിയമത്തിന്റെ മുൻപിൽ ഏജ് ഓഫ് മെജോറിറ്റി ഉണ്ടായിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി ലോ ടു വിച്ച് ഹി ഈസ് എ സബ്ജക്റ്റ്. ഒരു തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇൻ അതർ വേർഡ്സ്, ദ ഫോളോയിങ് പേഴ്സൺസ് ആർ ഇൻകോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, താഴെ പറയുന്ന വ്യക്തികൾക്കൊന്നും എന്തില് എൻ്റർ ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി. അപ്പൊ അതിലല്ലാത്തവരാരാ? മൈനേഴ്സ്. 18 വയസ്സിന് താഴെയുള്ളവർക്കൊന്നും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അത് ആർക്ക് പറ്റില്ല? അപ്പോ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അതായത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ടു വിച്ച് ദേ ആർ സബ്ജക്റ്റ്. ഈ 3 കൂട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഏരിയയിലേക്കേ വരാൻ പറ്റില്ല കോൺട്രാക്റ്റിന്റെ. ഇനി അതില് നമ്മൾ 3 പേരുടെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മൈനർ, അൺസൗണ്ട് മൈൻഡ്, ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ്. അപ്പൊ മൈനർ ആരാണ്? ഈ മൈനർ എ പേഴ്സൺ ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ജീവിച്ചിരിക്കണം, ഹു ഈസ് അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ്, 18 വയസ്സിന് താഴെയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഇന്ത്യൻ ലോ അനുസരിച്ച് എന്താണ് പറയാ? മൈനർ. ഏജ് ഓഫ് മെജോറിറ്റി ഈസ് 18 ഇയേഴ്സ്. ഇവിടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 18 വയസ്സാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് 18 വയസ്സിന്. ഇതോരോ കാര്യങ്ങളെ നടന്നു കിട്ടാന്നറിയോ 18 വയസ്സ് കഴിഞ്ഞാൽ. എ മൈനർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. ഇവിടെ മൈനർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവില്ല. എന്തൊക്കെയാണ് മൈനേഴ്സ് ഒക്കെ? ആണ് നിങ്ങൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കൊച്ചുകുട്ടികളല്ലേ എന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കന്ന് 18 വയസ്സായിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി വലിയ കുട്ടികളായി, ഇനി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട കുട്ടികളാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം അല്ലേ? എന്താ ചെയ്യാ അല്ലേ? ഇപ്പൊ ഇങ്ങനെയായി പോയില്ലേ? സാരില്ല, ഇത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉഷാറാവാട്ടോ. അപ്പൊ മൈനറുമായിട്ടുള്ള എഗ്രിമെന്റ്, ഏതെങ്കിലും തരത്തിൽ നമ്മൾ മൈനേഴ്സ് ആയിട്ടുള്ള എഗ്രിമെന്റിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ ഇഫക്ട്സ്? വൈ ഡബിനേഷ്യോ ഫസ്റ്റത്തത്, അതായത് മൈനറുമായിട്ടുള്ള എഗ്രിമെന്റ് എന്തായിട്ട് വരുന്നതായിരിക്കും? വൈ ഡബിനേഷ്യോ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലീഗൽ റൈറ്റ്സ്. ഒരു മൈനറായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്താലും ആര് തന്നെ ജയിക്കുള്ളൂ? മൈനർ തന്നെ ജയിക്കുള്ളൂ എന്നൊരു മൈനറാണ്. Such a case came up for hearing before the court. മൈനർക്ക് കുറേ പ്രിവിലേജസ് എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്ത് തന്നെ മൈനർ ആയിട്ടുള്ള കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്താൽ ഉണ്ടാകുന്ന എന്താണ്? റെസ്റ്റിറ്റ്യൂഷൻ. എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? മീൻസ് ഗിവിംഗ് ബാക്ക് ഓർ റീസ്റ്റോറിംഗ് ടു ദ ഓണർ. മൈനർ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മൈനർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? അത് മൈനർ ആയിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് മൂടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട്
എല്ലാതും ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഇഫ് എ മൈനർ മേക്സ് എ വോയിഡ് കോൺട്രാക്ട്, മൈനർ ഒരു വോയിഡ് കോൺട്രാക്ട് ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹി ഈസ് നോട്ട് ബൗണ്ട് ടു റീപേ ദ മണി ഓർ കോമ്പൻസേറ്റ് ഫോർ എനി ബെനിഫിറ്റ് ഹി മൈറ്റ് ഹാവ് റിസീവ്ഡ് അണ്ടർ ദ വോയിഡ് കോൺട്രാക്ട് ഹി മെയ്ഡ് ആസ് എ മൈനർ. വോയിഡ് കോൺട്രാക്റ്റിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ, മൈനർ അല്ലേ, കൊച്ചുകുട്ടിയല്ലേ, നടക്കില്ല. അപ്പൊ അതൊന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ ഒരു ലാൻഡ്, ബിൽഡിംഗ്, ഒരു വാടകയ്ക്ക് ഒരു വീട് കൊടുത്തിരിക്കുന്നു, അതൊക്കെ തിരിച്ചു വേഗം തന്നെ കൊടുക്കണം. നേരെ മറിച്ച് അവരൊക്കെ ചെലവിൽ ഭക്ഷണം കഴിച്ചു, അവരെ ചെലവിൽ കുറെ യാത്ര ചെയ്തു, അതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ മൈനർക്ക് എവിടെ നിന്ന് കൊടുക്കാനാ? ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമ്പൻസേറ്റ് ചെയ്യേണ്ട. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ കുട്ടികളെ? അടുത്താണ് നോ എസ്റ്റോപ്പൽ അഗെയിൻസ്റ്റ് എ മൈനർ. മൈനർക്കെതിരെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. എ മൈനർ ഫോൾസ്ലി റെപ്രസെന്റ്സ് ഹിംസെൽഫ് ടു എ മേജർ ആൻഡ് ഇൻഡ്യൂസ് അനദർ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ഹിം. ഞാൻ ചില കുട്ടികളെ കണ്ടാൽ തോന്നും കുറേ പ്രായമായിരുന്നു തോന്നും അല്ലേ. അപ്പം വലിയ അത് മുതലെടുത്തുകൊണ്ട് ഞാൻ മേജറായി, ഞാൻ മൈനർ ഒന്നല്ല എന്നുള്ള അതിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ശരിയല്ല. അത് അറിയാമായിരുന്നു. 18 വയസ്സ് എനിക്ക് ആയിട്ടില്ല, എനിക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ആര് ചെയ്തേക്കണ തെറ്റ് ചെയ്തിരിക്കുന്നത്? മൈനർ തെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ ദ കോർട്ട് മേ ആസ്ക് ദ മൈനർ ടു കോമ്പൻസേറ്റ് ദി അതർ പാർട്ടി ബിക്കോസ് ദ മൈനർ കനോട്ട് എൻജോയ് ദ പ്രിവിലേജ് ഓഫ് ചീറ്റിംഗ് അതേഴ്സ്. മനഃപൂർവ്വം എന്നെ കണ്ടാൽ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്, അപ്പൊ എല്ലാവരും വിശ്വസിക്കും എനിക്ക് 20-25 വയസ്സായിന്ന്. അത് മുതലെടുത്തുകൊണ്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടപ്പിലാവണ കേസല്ല. അങ്ങനെയുള്ള കേസുകൾ കോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കോർട്ട് മേ ആസ്ക് ദ മൈനറോട് പറയും ടു കോമ്പൻസേറ്റ് ദി അതർ പാർട്ടി. കോമ്പൻസേഷൻ കൊടുത്തേ തീരൂ. അവന്റെ കയ്യിലില്ലെങ്കിൽ അച്ഛനമ്മയും കൊടുക്കും. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറില്ലേ, കൊച്ചുകുട്ടികൾ വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളിലല്ലേ, എന്താ ചെയ്യുക? ഒരു രക്ഷയില്ല. അവരെ കയ്യിൽ നിന്നൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല, കോമ്പൻസേഷൻ വാങ്ങാൻ പറ്റില്ല. പക്ഷെ ആരെ കയ്യിൽ നിന്ന് വാങ്ങും? പേപ്പറിലൊക്കെ വായിക്കാറില്ലേ നിങ്ങള്? ആരെ കയ്യിൽ നിന്ന് വാങ്ങും? പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പൊ പാരന്റ്സ് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കള് കൊച്ചുകുട്ടികളാണ്, അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടാ. ബിക്കോസ് എ മൈനർ കനോട്ട് എൻജോയ് ദ പ്രിവിലേജ് ഓഫ് ചീറ്റിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന എൻജോയ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ മൈനർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി മൈനറുമായിട്ടുള്ള എഗ്രിമെന്റിൽ വരുന്നതാണ് എ മൈനർ ക്യാൻ ബി എ പ്രോമിസി ബെനിഫിഷ്യറി ഓർ എ ട്രാൻസ്ഫറി. ഇൻ എ കോൺട്രാക്ട് മൈനർ ക്യാൻ ബി പേയി ഓർ എ സോ ഹി ക്യാൻ ബൈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഹി ക്യാൻ റിക്കവർ പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി ഓർ ടെൻഡർ. ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് പ്രോപ്പർട്ടി വാങ്ങാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങാം. ഇപ്പൊ കൊച്ചുകുട്ടികളുടെ പേരിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഇടും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് പൈസ ഇടും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് എ പ്രോമിസറി നോട്ട് ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് ഇൻ ഫേവർ ഓഫ് മൈനർ ഹി ക്യാൻ വെൽ എൻഫോഴ്സ് ഇറ്റ്. ഇഫ് എ കോൺട്രാക്ട് ഈസ് ബെനിഫിഷ്യൽ ടു എ മൈനർ ഹി ക്യാൻ എൻഫോഴ്സ് ഇറ്റ്. ആ മൈനർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കോൺട്രാക്ട് ആണ്. മൈനർക്ക് ഇപ്പോ പാരന്റ്സ് പെട്ടെന്ന് മരിച്ചുപോയി, കൊച്ചുകുട്ടിയാണ്, മൈനറാണ്. അപ്പൊ എന്ത് ചെയ്യും? മൈനറാന്ന് വിചാരിച്ചിട്ട് ഒന്നിലും ഇടപെടുത്താതിരിക്കാൻ പറ്റില്ല. ആ പാരന്റ്സിന്റെ ഒക്കെ പ്രോപ്പർട്ടി കുട്ടിയുടെ പേരിലാക്കും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിലൊക്കെ ഈ കുട്ടി വരുന്നതായിരിക്കും. അതൊക്കെ അവിടെ വാലിഡ് ആണ്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ബെനിഫിഷ്യൽ ടു എ മൈനർ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വ്യത്യാസമുണ്ട് കേട്ടോ. സെക്ഷൻ 68 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഫോർ ലയബിലിറ്റി ഓഫ് ഇൻകോമ്പിറ്റന്റ് പേഴ്സൺസ് ഫോർ നെസസറീസ്. ഇനി ഇൻകോമ്പിറ്റന്റ് പേഴ്സൺസ് ആയിട്ട് കോൺട്രാക്റ്റിലേക്ക് വരുമ്പോൾ, ഇഫ് എ പേഴ്സൺ ഇൻകേബിൾ ഓഫ് എൻ്ററിംഗ് ഇൻ എ കോൺട്രാക്ട് ഓർ എനിവൺ ഹൂം ഹി ഈസ് ലീഗലി ബൗണ്ട് ടു സപ്പോർട്ട് ഈസ് സപ്ലൈഡ് ബൈ അനദർ പേഴ്സൺ നെസസറീസ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വായിച്ചു നോക്കും കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ എ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഇൻകോമ്പിറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ആണ്. നെസസറീസ് ഒക്കെ സപ്ലൈ ചെയ്യാനായിട്ടൊന്നും അദ്ദേഹത്തിന് പോയി വാങ്ങാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ മൈനറാണ്, ഈ ഞാൻ പൈസ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് സപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്ക് എന്ത് വാങ്ങാനുള്ള അർഹതയുണ്ട്? ഇവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് വാങ്ങാനായിട്ടുള്ള അർഹതയുണ്ട്.
പിന്നെ മൈനർ എന്തായിട്ട് നമുക്ക് മൈനർ എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? മൈനർ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു തേർഡ് പാർട്ടീസുമായിട്ട് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാം. അതുപോലെ മൈനർ പാർട്ട്ണർഷിപ്പ് ആക്ട് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ള ഇതില് പാർട്ട്ണർഷിപ്പ് മറ്റുള്ള മെമ്പേഴ്സിനൊന്നും പ്രോബ്ലം ഇല്ലെങ്കിൽ ആരെ അഡ്മിറ്റ് ചെയ്യാം? ഒരു മൈനറെ അഡ്മിറ്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും കേസിൽ ലോൺ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സിലൊക്കെ ഒരു തേർഡ് പാർട്ടിക്ക് ഏജന്റ് ആയിട്ട് മീഡിയേറ്റർ ആയിട്ട് ആർക്ക് ആക്ട് ചെയ്യാം? മൈനർക്ക് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മൈനർ ആ കോൺട്രാക്റ്റിൽ ആരുമല്ല, ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടേ മാറുന്നുള്ളൂ. അതുപോലെ മൈനറെ ഒരിക്കലും ആരായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല? ഇൻസോൾവെന്റ് ആയിട്ട് ഒരിക്കലും ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. മൈനറാണ്. അപ്പൊ മൈനർ ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൈനർ ഈസ് കോമ്പിറ്റന്റ് ടു ഡ്രോ, നെഗോഷിയേറ്റ് ഓർ എൻഡോഴ്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവരുടെ പേരിൽ വാങ്ങാനും എൻഡോഴ്സ് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പേഴ്സണലി ലൈബിൾ ആയിട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ മൈനർ ഒരിക്കലും ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മൈനർക്ക് എന്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല? ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ മെമ്പർ ആക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ മൈനേഴ്സിന് മൈനർ ആയിട്ടുള്ള എന്ത് കോൺട്രാക്റ്റും വോയിഡ് ആയിരിക്കും. സോ ദ കോർട്ട് കനോട്ട് ഡയറക്റ്റ് സ്പെസിഫിക് പെർഫോമൻസ്. മൈനർ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റും കോർട്ട് എൻകറേജ് ചെയ്യുന്നില്ല. ഓക്കെ, സമയമായി. എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കട്ടെ. ഓക്കെ, താങ്ക് യു.